ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് നമ്മൾ പ്ലംബിങ്ങിന് യൂസ് ചെയ്യുന്ന പ്ലംബിങ്ങിന് അത്യാവശ്യം ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ്, അതിൻ്റെ മെഷർമെൻറ്റും കാര്യങ്ങളും ഏതൊക്കെയാണ് ഫിറ്റിങ്സിലെന്നനുസരിച്ച് പരിചയപ്പെടുന്നത്. ഇത് 1 ഇഞ്ച് ടീ ആണ് വരുന്നത്. 1 ഇഞ്ച് എന്ന് പറയുന്നത് 32 mm നമ്മുടെ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് തരുന്നുണ്ട്. 32 അതായത് 32 mm എന്ന് പറഞ്ഞിട്ട് പിന്നെ 4 kg അല്ലെങ്കിൽ 6 kg എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. ഇത് 45 എന്ന് പറയുന്ന ആംഗിളാണ് വരുന്നത്. അതുകൊണ്ടാണ് 45 എന്ന് പറയുന്നത് ആ മെറ്റീരിയൽ വരുന്നത്. അതായത് അതുപോലെ തന്നെ പല സെക്ടറിൽ വരുന്നുണ്ട്. ഇതിൻ്റെ തന്നെ ക്വാളിറ്റി അനുസരിച്ചിട്ട് 4 kg, 6 kg, 10 kg അങ്ങനെ വരുന്നുണ്ട്. പിന്നെ PN60 വരുന്നുണ്ട്. PN60 എന്ന് പറഞ്ഞാൽ ഹൈ ക്വാളിറ്റിയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് തന്നെ മാർക്കറ്റിൽ പല ടൈപ്പ്, അതായത് നമുക്ക് ക്വാളിറ്റി അനുസരിച്ചിട്ട് മീഡിയം ക്വാളിറ്റി, ഹൈ ക്വാളിറ്റി, ലോ ക്വാളിറ്റി, അതുപോലെ തന്നെ ഹൈ ISI വരുന്ന സിസ്റ്റം, ISI ഇങ്ങനെ വരുന്ന ഈ പറയുന്ന ഫിറ്റിങ്സുകൾ, ഒരേ ഫിറ്റിങ്സ് തന്നെ പല ടൈപ്പ് വരുന്നുണ്ട്. അതായത് ഒരു ഫിറ്റിങ്സ് തന്നെ നമുക്ക് വേണമെങ്കിൽ വില കൂടിയതും കുറഞ്ഞതും അതുപോലെ തന്നെ ലോ ക്വാളിറ്റി വേണമെങ്കിൽ നമുക്ക് അറേഞ്ച് ചെയ്യാം. നമ്മുടെ പൈസയ്ക്ക് ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള രീതിയിലുള്ള ഫിറ്റിങ്സ് നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽസ് ചോദിച്ച് വാങ്ങിച്ചാൽ മതി. ഹൈ ക്വാളിറ്റി വേണമെങ്കിൽ ഹൈ ക്വാളിറ്റി, ഇനി ISI വേണമെങ്കിൽ ISI മെറ്റീരിയൽസ് തന്നെ സെയിം കിട്ടും. ഇത് എൽബോ ആണ് വരുന്നത്. സുപ്രീമിൻ്റെ എൽബോ ആണ് 32 mm, അതായത് 1 ഇഞ്ചാണ് വരുന്നത്. നമ്മുടെ 1 ഇഞ്ച് മെയിനായിട്ട് വരുന്ന വാട്ടർ ലൈൻ കാര്യങ്ങളൊക്കെ, വാട്ടർ ലൈൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം പൈപ്പിലേക്ക് കണക്ട് ചെയ്യുന്ന ഏരിയ കാര്യങ്ങൾ 1 ഇഞ്ചാണ് വരുന്നത്. ഇത് വരുന്നത് 2 ഇഞ്ചാണ് വരുന്നത്. 63 mm എന്ന് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ട് 63 mm എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതിൻ്റെ ഗേജ് ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ഉണ്ടാവും. അതായത് എത്ര ഗേജാണ് വരുന്നത്, അതിൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ അതിന് മാർക്കിങ്ങഡ് ആയിരിക്കും. അത്യാവശ്യം ഹൈ ക്വാളിറ്റി, നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്ന കമ്പനിയാണെങ്കിൽ ഫുൾ ഡീറ്റെയിൽ ഓരോ ഫിറ്റിങ്സുമേയും ഉണ്ടാവും. അതായത് ഏത് കമ്പനി, എത്ര ഗേജാണ്, അത് ഫിറ്റിങ്സ് എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽസ് ആയിട്ട് ഓരോ ഫിറ്റിങ്സുമേ അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. പിന്നെ നമ്മൾ കോമൺലി ഉപയോഗിക്കുന്ന 1.5 ഇഞ്ച്, 2 ഇഞ്ച്, 1 ഇഞ്ച്, 3/4 ഇഞ്ച് അങ്ങനെയൊക്കെയാണ് നമ്മൾ സാധാരണ ലെവലിൽ ഉപയോഗിക്കുന്ന ഫിറ്റിങ്സുകൾ വരുന്നത്. അപ്പോൾ എൽബോ, T45 ബെൻഡ്, പിന്നെ വരുന്നത് ചില സ്ഥലങ്ങളിൽ നമ്മൾ ബെൻഡിൻ്റെ ഷോർട്ട് ബെൻഡ് ഉപയോഗിക്കാറുണ്ട്. ഷോർട്ട് ബെൻഡ് തന്നെ മോൾഡിങ് ടൈപ്പ് വരുന്നുണ്ട്. മോൾഡിങ് ആണ് കൂടുതലും വരുന്നത്. പിന്നെ ഓവർലാപ്പ് സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ എല്ലാ ടൈപ്പും വരുന്നുണ്ട്. ഇത് നമുക്ക് ബെൻഡാണ് വരുന്നത്. ബെൻഡ് എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ സാധാരണ PVC പൈപ്പ് തന്നെ, സാധാരണ എന്ന് വെച്ചാൽ ISI പൈപ്പ് തന്നെ അത് ബെൻഡായിട്ട് വളച്ച് ക്ലിയർ ചെയ്തെടുക്കുന്നതാണ്. അത്യാവശ്യം നമുക്ക് ഈ പറയുന്ന വേസ്റ്റ് ലൈൻ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന ബെൻഡാണ്. പിന്നെ അത് മാത്രമല്ല നല്ല രീതിയിലുള്ള ഫ്ലോ കാര്യങ്ങളൊക്കെ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ ടാങ്കിൽ നിന്ന്, ഏറ്റവും ടോപ്പിലെ വാട്ടർ ടാങ്കിൽ നിന്നും അത്യാവശ്യം നല്ല സ്ഥലങ്ങളിലേക്ക്, നല്ല ഏറ്റവും അവസാനത്തെ ടാപ്പിലേക്ക് വരെ നല്ല ഫോഴ്സ് കിട്ടണമെങ്കിൽ അത്യാവശ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത് ബെൻഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അത്രയും ഫ്ലോ കുറയില്ല. എൽബോ കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുമ്പോൾ കുറച്ച് ഫ്ലോ കുറയാനുള്ള ചാൻസ് ഉണ്ട്. അത് കൂടുതലും എഫക്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ വേസ്റ്റ് ലൈനിലാണ്. വേസ്റ്റ് ലൈനിൽ എൽബോ കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ബ്ലോക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പക്ഷേ ബെൻഡ് എന്ന് പറയുന്ന സമയത്ത് അതിൻ്റെ ഫ്ലോവിനനുസരിച്ചിട്ട് തന്നെ അതിന് ഡിസൈൻ ചെയ്തിരിക്കുന്നതുകൊണ്ട് അത് ഒഴുകിപ്പോവും. മറ്റേത് എൽബോ ആവുന്ന സമയത്ത് അതിൻ്റെ സെൻറ്ററിൽ 90 ഡിഗ്രി ആയതുകൊണ്ട് ഒരു ഒടിവ് വരുന്നത് കൊണ്ട് അവിടെ ബ്ലോക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടീ ആണ്. അതായത് ബ്രാഞ്ചതായിട്ട് നമ്മൾ പോകുന്ന ലൈനിൽ നിന്നും ബ്രാഞ്ച് എടുക്കുന്നതിനും അത് പോകുന്ന ലൈനിലേക്ക് ബ്രാഞ്ച് ഇട്ട് കൊടുക്കുന്നതിനും വേണ്ടിയിട്ട് ടീ നമ്മൾ സാധാരണ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ ഹൈ ലെങ്തി ആയി മാറും. അതുകൊണ്ടാണ് അത്യാവശ്യം മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ, നമുക്ക് ഏത് മെറ്റീരിയൽസ് അറിയണമെന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. നമുക്കതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ഫുൾ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തേക്കുക, ഷെയർ ചെയ്തേക്കുക, സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so fine, I'm so late. You sip wine, I drink straight.